ABVPയുടെ സമരം വിജയത്തിലേക്ക് PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നത് സംബന്ധിച്ച വിഷയത്തിൽ വിദ്യാർത്ഥി സംഘടനകളെ ചർച്ചയ്ക്ക് വിളിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ബുധനാഴ്ചയാണ് ചർച്ച നടക്കുക. കേരളത്തിൽ PM ശ്രീ പദ്ധതി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട ഏക വിദ്യാർത്ഥി സംഘടന ABVPയാണ്. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവയ്ക്കും വരെ ABVP വിദ്യാർത്ഥികൾക്കായി പോരാടുമെന്ന് ABVP സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഗോകുൽ കൃഷ്ണൻ പറഞ്ഞു. ഇത് ABVPയുടെ സമര വിജയമാണ്. PM ശ്രീ പദ്ധതിയെ പറ്റി അറിയില്ല എന്ന് പറഞ്ഞ ABVP എന്ത് വിഷയത്തിലാണ് സമരം ചെയ്യുന്നതെന്ന് അറിയില്ല എന്ന് പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് PM ശ്രീ പദ്ധതിയിൽ ABVPയെ ചർച്ചയ്ക്ക് വിളിക്കേണ്ട സാഹചര്യം എത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, സ്വന്തം പേര് വള്ളിപുള്ളി തെറ്റാതെ എഴുതാൻ അറിയാത്ത കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ABVPയുടെ സമരത്തിന്റെ ചൂടറിഞ്ഞിരിക്കുകയാണ്. PM ശ്രീ പദ്ധതിയിൽ ഈ ബുധനാഴ്ച ABVPയെ ചർച്ചയ്ക്ക് വിളിക്കേണ്ട സാഹചര്യത്തിലേക്ക് വി ശിവൻകുട്ടിക്ക് എത്തേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് കാര്യങ്ങൾ. നമുക്കറിയാം, അതിക്രൂരമായി മർദ്ദിച്ചാലും 1000 കേസ് ചാർത്തി തന്നാലും ജയിലറകളെ പുൽകണ്ടി വന്നാലും വിദ്യാർത്ഥി അവകാശ സമരങ്ങൾക്ക് വേണ്ടി മുൻപന്തിയിൽ ABVP ഉണ്ടാവും. PM ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പുവെക്കുന്നിടം വരെ ശക്തമായ സമര പോരാട്ടങ്ങളുമായിട്ട് ABVP വിദ്യാർത്ഥി പക്ഷത്ത് നിന്ന് പോരാടും. ശാലിനി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശാലിനി, ABVPയുടെ പ്രതിഷേധം ഒടുവിൽ വിജയത്തിലേക്ക് കടക്കുന്നു എന്ന് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയേണ്ടി വരുമല്ലോ. കാരണം ബുധനാഴ്ച മന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ്. പക്ഷേ അതിൽ ഒപ്പുവയ്ക്കും വരെ പോരാട്ടം തുടരുമെന്ന് തന്നെയാണ് ABVP അറിയിച്ചിരിക്കുന്നത്, അല്ലേ? ദേവിക, തീർച്ചയായും അത് തന്നെയാണ്. കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി സംസ്ഥാന വ്യാപകമായി വിദ്യാഭ്യാസ മന്ത്രിക്ക് നേരെ ശക്തമായ പ്രതിഷേധമാണ് ABVP എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം നടത്തിയിട്ടുള്ളത്. അതിന് ഒരേ ഒരു കാരണം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. PM ശ്രീ പദ്ധതിയിൽ ജമ്മു കാശ്മീർ ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളും ഒപ്പുവെച്ചിട്ടും കേരളം എന്തുകൊണ്ട് ആ ബെനിഫിറ്റിന് വേണ്ടി അല്ലെങ്കിൽ കോടികളുടെ സഹായം കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് എത്തുമ്പോൾ അത് തടയുന്നു എന്നുള്ളൊരു കാര്യം ചോദിച്ചുകൊണ്ടായിരുന്നു ABVP പ്രതിഷേധം ശക്തമാക്കിയത്. ഈ വിഷയത്തിൽ കാര്യമായി തന്നെ ഇടപെടണം, ഒപ്പം തന്നെ വിഷയത്തിൽ ഒരു ചർച്ച ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് BJPയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ നേരിട്ട് കാണുകയും ചെയ്തിരുന്നു. അതിനുശേഷവും യാതൊരു തരത്തിലുള്ള നടപടികളും വിദ്യാഭ്യാസ മന്ത്രി നീക്കാതിരുന്ന സാഹചര്യത്തിലും ഒപ്പം തന്നെ CPIയുടെ ചില മുടന്തൻ ന്യായങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കിക്കൊണ്ട് PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കാത്ത വിദ്യാഭ്യാസ വകുപ്പിനെതിരെയുമായിരുന്നു ABVP കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി ശക്തമായ പ്രതിഷേധങ്ങൾ നടത്തിയത്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. തൊട്ടു പിന്നാലെ തന്നെ തിരുവനന്തപുരത്ത് തന്നെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ തടയുന്ന ഒരു സാഹചര്യം, അദ്ദേഹത്തിന്റെ വാഹനത്തിനെതിരെ കരിങ്കൊടി കാണിക്കുന്ന പ്രതിഷേധ പ്രകടനങ്ങൾ സംസ്ഥാന വ്യാപകമായി ABVP നടത്തി. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിൽ ഒരു ചർച്ചയ്ക്ക് അല്ലെങ്കിൽ ഒരു അനുരഞ്ജന നീക്കത്തിലേക്ക് സർക്കാർ കടക്കുന്ന. ഒരുപക്ഷെ ABVP എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഒരു വലിയ വിജയമായി തന്നെ ഈ ഒരു സമയത്തെ കാണേണ്ടിയിരിക്കുന്നു. ബുധനാഴ്ച രാവിലെയാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു ചർച്ചയ്ക്ക് വിദ്യാർത്ഥി പ്രസ്ഥാന നേതാക്കന്മാരെ, പ്രത്യേകിച്ച് ABVP അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുള്ളത്. മന്ത്രി ഇക്കാര്യത്തിൽ മന്ത്രിതലത്തിലുള്ള വിശദീകരണം ഈ വിദ്യാർത്ഥി പ്രതിനിധികളെ അറിയിക്കുകയും ചെയ്യും. വിദ്യാർത്ഥികൾ സംഘടനാ പ്രതിനിധികൾക്ക് പറയാനുള്ളത് വിദ്യാഭ്യാസ മന്ത്രി കേൾക്കുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് പോകാൻ പോകുക. എന്തായാലും വിദ്യാഭ്യാസ മന്ത്രി ഈ വിഷയത്തിൽ കൃത്യമായ നടപടി സ്വീകരിക്കും വരെ, ഒപ്പം തന്നെ PM ശ്രീ എന്ന് പറയുന്ന വലിയ രീതിയിൽ സഹായം സംസ്ഥാനത്തിന് എത്തുന്ന പ്രധാനമന്ത്രിയുടെ പേരിലുള്ള പദ്ധതിയിൽ ഒപ്പുവെക്കും വരെ നിരത്തുകളിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിലും ABVP അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഇതിന്റെ അടക്കമുള്ള ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ EU ഈശ്വരപ്രസാദ് അടക്കമുള്ള ABVPയുടെ സംസ്ഥാന നേതാക്കന്മാർ പ്രതിഷേധം നടത്തിയത്. മന്ത്രിയുടെ വാഹനം തടഞ്ഞതിന് തൊട്ടു പിന്നാലെ SFI ഗുണ്ടകൾ അടക്കമുള്ളവർ EU ഈശ്വരപ്രസാദിനെ കയ്യാമം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിക്രൂരമായി തിരുവനന്തപുരത്തിന്റെ നഗരമധ്യത്തിലിട്ട് മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് EU ഈശ്വരപ്രസാദ്. സ്വാഭാവികമായും അത്തരത്തിൽ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ നടത്തിയ ശക്തമായ പ്രതിഷേധത്തിന്റെയും ഒപ്പം തന്നെ അവരുടെ ശരീരവും അവരുടെ ആരോഗ്യവും നോക്കാതെ നടത്തിയ പ്രതിഷേധങ്ങൾക്ക് മുൻപിൽ കൂടിയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ മുട്ടുമടക്കിയിരിക്കുന്നത് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. എന്നാലും വിദ്യാഭ്യാസ മന്ത്രി ആദ്യമായിട്ടാണ് ഈ വിഷയത്തിൽ ഒരു ചർച്ചയ്ക്ക് വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളെ വിളിച്ചിരിക്കുന്നത്. അതും ABVPയുടെ ഇടപെടൽ കൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും ഇനിയും നമുക്ക് കാത്തിരിക്കാം. PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഒപ്പുവെക്കും എന്നുള്ളത്. അത് CPIയുടെ എതിർപ്പിനെ മറികടന്നുകൊണ്ട് ഈ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി CPM ഒത്തുനിൽക്കും എന്നുള്ളത് പ്രതീക്ഷിക്കാം. ഒപ്പം തന്നെ അത്തരത്തിൽ ആ പ്രതീക്ഷ കൈവിട്ടു പോവുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധങ്ങൾക്കായിരിക്കും ABVP തുടക്കമിടുക, ഒപ്പം തന്നെ തുടരുക എന്നുള്ളതാണ് അവർ അറിയിക്കുകയും ചെയ്യുന്നത് ഈ ഘട്ടത്തിൽ. ദേവിക, ശരി.